നിയുക്ത മന്ത്രി നമുക്കൊപ്പം ചേരുകയാണ്. OR കേളു നമുക്കൊപ്പം കൈരളി ന്യൂസിനൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് പുതിയ ചുമതല, പുതിയ ഉത്തരവാദിത്തങ്ങൾ, എന്താണ് പ്രതീക്ഷ? ഇപ്പോൾ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തുടർന്ന് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ രാധാകൃഷ്ണൻ സഖാവിൻ്റെ ഒഴിവിലേക്ക് ഇപ്പോൾ എന്നെ നിയോഗിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. പട്ടിക ജാതി പട്ടികവർഗ വിഭാഗത്തിലെ ആൾക്കാരുടെ ക്ഷേമ പദ്ധതികൾക്ക് ഫസ്റ്റ് പ്രിയോറിറ്റി ഉണ്ടാവും. അതായത് നമ്മുടെ ഈ സ്കൂൾ കുട്ടികളുടെ പ്രഭാത ഭക്ഷണം പോലെയുള്ള കാര്യങ്ങൾ, ലംസം ഗ്രാൻഡ് പോലെയുള്ള കാര്യങ്ങൾ, സ്റ്റൈപ്പൻഡ് പോലെയുള്ള കാര്യങ്ങൾ, ഉപരിപഠനത്തിന് പഠിക്കുന്ന കുട്ടികളുടെ സ്കോളർഷിപ്പുള്ള കാര്യങ്ങൾക്ക്, ഉന്നത വിദ്യാഭ്യാസത്തിന് പഠിക്കുന്ന കുട്ടികളുടെ അത്തരം കാര്യങ്ങൾക്ക് ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ മുൻഗണന കൊടുക്കണം. അങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ് വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്നത്. കെ രാധാകൃഷ്ണൻ ഒഴിയുന്ന ഒരു ഘട്ടത്തിൽ ചരിത്രപരമായ ഒരു തീരുമാനമെടുത്താണ് അദ്ദേഹം ഒഴിയുന്നത്. കോളനി എന്നുള്ളൊരു പദം ഒഴിവാക്കിക്കൊണ്ട് ആ രീതിയിലുള്ള ഏത് രീതിയിലായിരിക്കും ഈ ഒരു വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക? അല്ല, ഈ ഒരു ഇപ്പോൾ കോളനി എന്നുള്ള പേര് എടുത്തു മാറ്റുമ്പോൾ നമ്മുടെ ഈ വിഭാഗക്കാർ നല്ല രീതിയിൽ ആ കാര്യങ്ങളെ സ്വാഗതം ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണല്ലോ ഈ പട്ടികവർഗ മേഖലകളെ കോളനിവൽക്കരിക്കുക എന്നുള്ള ഒരു ഇത്. അത് പൊതുവേ ഞാനും മനസ്സിലാക്കിയത് ഈ വിഭാഗക്കാരിൽ ഒരു ആകർഷാബോധം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാറുന്നതോട് കൂടിയിട്ട് കുറേ ഒരു എന്താ പറയുക ഒരു മാറ്റം ഉണ്ടാവും. എങ്ങനെയാണ് അങ്ങയുടെ ഈ ഒരു പുതിയൊരു ചുമതല കാണുന്നത്? പ്രത്യേകിച്ചും താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് പുതുതായി ഈ മന്ത്രി പദം എന്നുള്ളത് മാത്രമാണ്, അതിനപ്പുറത്തേക്ക് പ്രവർത്തനങ്ങൾ എന്നും ഈ പ്രവർത്തന മേഖല സ്വന്തം പ്രവർത്തന മേഖല തന്നെയാണ്. അതെ, ഞാനിപ്പോൾ പിന്നെ മന്ത്രിയായിട്ട് ആദ്യമാണെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പറായി, പഞ്ചായത്ത് പ്രസിഡൻ്റായി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി, പിന്നെ MLA ആയി, അതിന് ശേഷമാണ് മന്ത്രിയായിട്ട് വരുന്നത്. അതുകൊണ്ട് വലിയ പുതുമൊന്നും തോന്നുന്നില്ല. ഈ കാരണം 10-23 വർഷക്കാലം ഈ മേഖലയിൽ ഇങ്ങനെ കിടന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് മന്ത്രി പദം എന്നൊരു ഇത് കൂടി ഉത്തരവാദിത്വം കൂടി വരുന്നതേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അതായത് അല്ല പ്രത്യേകിച്ച് ഒരു ആവേശമോ ഒരു സന്തോഷമോ വലിയ പുതുമയൊന്നും ഞാനിതിൽ അങ്ങനെ വ്യക്തിപരമായി കാണുന്നില്ല. വയനാടിന് ഏതായാലും ഒരു സന്തോഷമാണല്ലോ, വയനാടിന് ഒരു മന്ത്രി എന്ന് പറയുന്നത്. അതെ, വയനാടിന് പ്രത്യേകിച്ച് ഒരു സന്തോഷം ഉണ്ടാവും വയനാട്ടുകാർക്ക്.